ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ഉത്തരാഖണ്ഡ് യാത്രയുടെ 4th ഡേ ആണ് കേട്ടോ. നമ്മളിപ്പോഴുള്ളത് തീർത്ഥനഗരി എന്നും അതുപോലെ തന്നെ ദേവഭൂമി എന്നും അറിയപ്പെടുന്ന ഋഷികേശിലാണ്. ഈ ഋഷികേശിൽ നിന്നാണ് ശരിക്കും ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തുടക്ക സ്ഥാനം കൂടിയാണ് ഋഷികേശ്. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്യുന്നത് റാംഝൂലയാണ്. അതായത് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തൊട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ ആഗ്രഹിച്ചൊരു സ്ഥലമാണ് റാംഝൂല. വേറൊന്നും കൊണ്ടല്ല, ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്, അയൺ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ഏകദേശം 450 ഫീറ്റ് ലോങ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത് കേട്ടോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ ഇതിങ്ങനെ ഷെയ്ക്ക് ആവുമോ നടക്കുമ്പോൾ എന്നുള്ളതായിരുന്നു. മാത്രമല്ല ഇത് ഭയങ്കര ഹൈറ്റിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്തായിരിക്കും അവിടെ മുകളിൽ കയറിയാലുള്ള അവസ്ഥ എന്നുള്ളത്. പക്ഷെ ഒന്നും പേടിക്കാനില്ല, നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് അതിലൂടെ നമുക്ക് മറുകരയിലേക്ക് പോകാം. മാത്രമല്ല ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു സ്റ്റണ്ണിങ് വ്യൂസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഗംഗയുടെയും അതായത് ഗംഗാ റിവറിൻ്റെയും ഇവിടെയുള്ള മൗണ്ടെയ്ൻസിൻ്റെയും വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരം. പറ്റിയിട്ടുള്ള ഒരു ഐതിഹ്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് രാമലക്ഷ്മണന്മാർ ഇവിടെ വെച്ചാണ് ഗംഗാനദി ക്രോസ് ചെയ്തത്. അപ്പോൾ അന്ന് അത് ജൂട്ട് റോപ്പ്, അതായത് നമ്മുടെ ചണനാര് വെച്ചിട്ടുള്ള റോപ്പ് വെച്ചിട്ടാണ് ഇത് ക്രോസ് ചെയ്തതെന്ന് പറയുന്നത്. ഇതിപ്പം 1986 PWD കൺസ്ട്രക്ട് ചെയ്ത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്ന ബ്രിഡ്ജാണ് കേട്ടോ. ഈ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലായിട്ട് ഒരുപാട് ആശ്രമങ്ങളും സ്പിരിച്വൽ സെൻറ്റേഴ്സ്, യോഗ സെൻറ്റേഴ്സ്, ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് കേട്ടോ. ഈ റിവറിൽ തന്നെയാണ് റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ റിവർ റാഫ്റ്റിങ്ങിന് ഞങ്ങൾ പോയില്ല, നമ്മൾ നേരെ ഹരിദ്വാറിലോട്ട് വന്നു. അങ്ങനെ ഹരിദ്വാറിലുള്ള മാനസാദേവി ചണ്ഡീദേവി ടെമ്പിൾ വിസിറ്റ് ചെയ്യാനാണ് വന്നത്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ മാനസാദേവിയുടെ അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞങ്ങളവിടെ ലേറ്റായി പോകും. അതുകൊണ്ട് നമ്മൾ നേരെ വന്നു ചണ്ഡീദേവി ടെമ്പിളിലോട്ട് വന്നു. മാനസാദേവി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ പറ്റും മാനസാദേവിയെ ദർശിച്ചാലെന്നാണ് പറയുന്നത്. ശിവൻ്റെ മാനസപുത്രിയാണ് അവിടെ മെയിനായിട്ടുള്ള ആരാധനാമൂർത്തി ചണ്ഡീദേവി. പിന്നെ നമ്മൾ മെയിൻ പ്രതിഷ്ഠ ദുർഗാദേവിയാണ്. അപ്പോൾ ഞങ്ങൾ ദേവിയെ ദർശിക്കാനായിട്ട് പോകും. അങ്ങനെ ചണ്ഡീദേവിയുടെ ദർശനത്തിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ഹരിദ്വാർ ആരതി നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ ഹരിദ്വാറിലേക്ക് എത്തിയത്. ഹരിദ്വാറിൽ ഹർക്കി പൗഡി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഹോളി ഡിപ്പൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ശരിക്കും ഈ വീഡിയോ കാണുമ്പോൾ ഈ പൊന്നിൽ കുളിച്ച് നിൽക്കുന്ന ഗംഗാദേവിയുടെ സൗന്ദര്യം നിങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഈ മണിമുഴക്കവും ഗംഗാനദിയുടെ ഈ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഈ ഗംഗാതീരത്തുകൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. ശരിക്കും ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു എൻ്റെ അതേ സന്തോഷം എൻ്റെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ മണിമുഴക്കൊക്കെ കേൾക്കുമ്പോഴും ഞങ്ങൾ മുകുന്ദൻ്റെ നോവലിൽ വായിക്കുമ്പോൾ ഈ മാനസാദേവിയെക്കുറിച്ചും ഹരിദ്വാറിലെ മണിമുഴക്കങ്ങളൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നേരിട്ട് കാണാൻ പറ്റിയതിൽ ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് കൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് മാനസാദേവിയുടെ ഒരു വ്യൂ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും.